പെരുന്നാളിന് വന്ന ഒരു ലോഡ് ആട് 4 മണിക്കൂർ കൊണ്ട് തീരുന്ന അവസ്ഥയാണ് കാണുന്നത്. 4 മണിക്കൂർ. രാവിലെ നമ്മൾ 8 മണി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ സമയത്തറായി 12 മണി ആയിട്ടില്ല. 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ഒരു ബോക്സിലുള്ള ഫുൾ ആടും കൊടുത്ത് ഇനിയിൽ തുച്ഛമായിട്ടുള്ള ഒരു 10, 50, 40 ആടേ ഉള്ളൂ. 300 ആട് വന്നെയാണ്. അപ്പോൾ നമ്മൾ മാന്യമായിട്ട് റേറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മളെ ഈ ഒരു ഉൾഗ്രാമത്തിൽ വന്ന ആൾക്കാർ ആട് വാങ്ങിക്കുക. അല്ലാണ്ടൊന്നും ആര് വാങ്ങാനാണ്? കാരണം കച്ചവടക്കാർ ഇവരെല്ലാം ഇരിക്കുന്ന എല്ലാം ആണ്ടാ തൂക്കുന്നവര് ഇതോടെ നെടുമങ്ങാടത്തുള്ള മാമ എല്ലാവരും ഇവരെല്ലാം കച്ചവടക്കാർ കാണണ്ട. ഇവരെല്ലാം കയറിട്ട് എടുത്തേക്ക് എല്ലാ ആടിനെ. ഇനിയിപ്പം എല്ലാം കാലിയായി. ഇനി ഈ പറഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം തീർന്നു. ഇപ്പൊ റേറ്റ് വന്നേക്കുന്നത് 400, 450, 360. 360 മറ്റേ ഇറച്ചി പെണ്ണാട് എടുക്കുന്നത്. ബാക്കി 450 കിടാള് പോകുന്നുണ്ട്, 420 പോകുന്നുണ്ട്, 400 പോകുന്നുണ്ട്. പിന്നെ കച്ചവടക്കാർക്ക് കുറച്ച് അഡ്ജസ്റ്റ് കൊടുക്കും, അല്ലാത്തവർക്ക് കുറച്ച് മാറി. കാരണം കച്ചവടം അങ്ങനെ ആണല്ലോ കേട്ടോ, അങ്ങനെ ചെയ്യാൻ എടുത്തോളൂ. ബുക്കിംഗ് ആണ്, പക്ഷെ ബുക്കിംഗ് അവർ കൊടുക്കാൻ പറ്റുന്നതാണ്. നെടുമങ്ങാടെന്ന് മാമ കൊണ്ടുപോയിക്കുന്നുണ്ടോ? മാമാക്ക് നമുക്ക് കൊടുക്കാൻ ആടില്ല. മാമ നെടുമങ്ങാട് വന്നെയാണ്. അതുകൊണ്ട് നോക്കി അമ്മ എടുത്തോ, വീടെടുത്ത മാമയുടെ മാമ നെടുമങ്ങാട് വന്നേ. മാമ വന്നപ്പോൾ ഇവിടെ ആടില്ല, ആകെ എല്ലാം തീർന്നു. മാമാക്ക് 10-50 ആട് വേണം, എല്ലാം തീർന്നു. അപ്പൊ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം മാമ കൊടുക്കും നമ്മള്. ഞാൻ മാമ രാവിലെ വിളിച്ചാ, പക്ഷെ മാമ വരണ്ടേ, ഞാൻ എന്ത് ചെയ്യാനാണ്? മാമാക്ക് ഇറച്ചിക്കടയാണ് നെടുമങ്ങാട്. മാമ അത് കഴിഞ്ഞിട്ട് വന്നത്, താമസിച്ച് വരാനായിട്ട്. അപ്പം ഒരുപാട് ആട് തീർന്നു. എല്ലാം ഓരോ കളത്തിലും ഓരോ ആൾക്കാരെ പിടിച്ചിട്ടേക്കാണ്. കൂടിപ്പോ ഒരു 10, 25. പിന്നെ ആ പെണ്ണാടൊരു 10, 15 ഉണ്ട്, ബാക്കി എല്ലാം തീർന്നു. ഇപ്പൊ നീ ഒരു ഉച്ച കൊണ്ട് എല്ലാ ആടും തീരും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു ലോഡ് വന്നാല് 4 മണിക്കൂറോ 5 മണിക്കൂറോ കൊണ്ട് ഫുള്ള് തീരണം. അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീരുക. പിന്നെ ഒരു 3 ദിവസം റെസ്റ്റ്, അടുത്ത ലോഡ് വീണ്ടും വരും. ഒരാഴ്ച ഒരു ലോഡ്. അതാണ് പ്രശ്നം. നമ്മൾ മുൻകൂട്ടി ഓർഡറിന് കുഴപ്പമില്ല. ഈ 2 എണ്ണം വാങ്ങാൻ വരുന്ന ഒരു 10 എണ്ണം കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ ഓർഡർ എടുത്തവർ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കും. നമ്മൾ ഇതൊന്ന് പഠിച്ചു വരുന്നുള്ളൂ, ഇതിന്റെ പാഠങ്ങളെല്ലാം. ഭാവിയിൽ ഇതിന് മാറ്റം ഉണ്ടാവും. അല്ല, പെരുന്നാളിന് വന്നത് ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ നമ്മളിത് വളർത്താർക്ക് വേണ്ടി പെരുന്നാളിന് എല്ലാവരും മുട്ടനെ വളർത്തി വിറ്റ് കഴിയും. പിന്നെ ഈ വളർത്താൻ വേണ്ടിയിട്ട് കച്ചവടം ഉണ്ടാവാൻ എടുത്തതാണ്. പക്ഷെ ഇത് എല്ലാം ഈ കുറാലും ഈ പെണ്ണാടും കിടായി എല്ലാം പെരുന്നാളിന്റെ കട്ടിങ്ങിന് വേണ്ടി എല്ലാവരും കൊണ്ടുപോകണം. അപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം ഉണ്ടോ? ഇതെല്ലാം പോയി. എന്റെ കയറിട്ട ആടുകളെല്ലാം പോവാണ്. ഇതില്ല. ഈ വിഷമം എന്ന് പറഞ്ഞാൽ മാമ അഡ്വാൻസ് 50,000 അക്കൗണ്ട് തന്നു. മാമ കൊടുക്കാൻ ആടില്ല. അതുകൊണ്ട് മാമ ബാക്കി വന്ന് പിടിക്കും. അല്ല, എന്താ കാര്യം എന്ന് പറഞ്ഞാല് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിൽ അപ്പൊ നമ്മൾ വണ്ടി വരുമ്പോൾ തന്നെ കൊടുത്തോളാം. കാരണം വണ്ടി വന്നിട്ട് തീറ്റ കൊടുക്കുകയോ നിങ്ങൾ നോക്കി വെള്ളം കൊടുക്കുക പരിപാടി ഒന്നും. ഇവര് ഓരോരുത്തരും കളത്തി ഇട്ടേക്കുന്നതിന് നമ്മൾ പ്രത്യേകം ഫുഡ് കൊടുക്കുകയാണ്. വണ്ടി വന്നാൽ അപ്പൊ തന്നെ അവർ കൊടുക്കുക ചെയ്യുന്നത്. അല്ലെ പിന്നെ വെള്ളവും തീറ്റയും കൊടുത്തിട്ട് അതിന് 2 കിലോ 3 കിലോ പ്ലസ് വരും ആടിന്. അപ്പൊ അവർ കൊണ്ടുപോകുന്നവർക്ക് വളർത്തുകാർക്ക് കുഴപ്പമില്ല, കച്ചവടക്കാർക്ക് നഷ്ടം വരും. കാരണം അവർ ഇറച്ചി മതിപ്പല്ലേ എടുക്കുന്നത്. അങ്ങനെ പ്രശ്നമുണ്ട്. ആ, ഇപ്പൊ വന്ന ഗുജറാത്തിൽ വന്നു. ഈ വന്ന ആട് ഗുജറാത്ത്